ടി ജെ ശ്രീലാൽ ദീർഘകാലം ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തിയ ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ദില്ലിയിലെ ഒരു സുഹൃത്ത് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് ചതിച്ചാശാനെ എന്നാണ്. തീർച്ചയായും കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ എന്താ പറയുക ഒരു ചിന്ത, ഒരു മുൻപോട്ടുള്ള ഒരു ചിന്ത ഇല്ലാതെ പോയത് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിന് കാരണമായിരിക്കുന്നത്. അതായത് പല മണ്ഡലങ്ങളിലും ഇപ്പോൾ BJP 41 സീറ്റിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ഏതാണ്ട് 20-25 സീറ്റുകളിൽ കോൺഗ്രസിന് നേടിയ വോട്ടിനേക്കാൾ കുറവാണ്, BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഹകരിച്ചിരുന്നുവെങ്കിൽ BJPയെ തടഞ്ഞു നിർത്താമായിരുന്നു തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോലും ആം ആദ്മി പാർട്ടിയുടെ ഈ പ്രകടനം 29 സീറ്റ് അല്ലെങ്കിൽ 30 സീറ്റ് എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രകടനം അത് അത്ര മോശപ്പെട്ടൊരു പ്രകടനമായി കാണേണ്ട കാര്യമില്ല. അധികാരത്തിലെത്തിയില്ല എങ്കിൽ പോലും 10 വർഷമായി അധികാരത്തിലിരുന്ന പാർട്ടി അധികാരത്തിലെത്താതെ പോയി എന്നുള്ളത് ശരിക്കും തീർച്ചയായും അവരെ സംബന്ധിച്ചുള്ള ഒരു പരാജയ കാരണം അല്ലെങ്കിൽ ഒരു തിരിച്ചടി തന്നെയാണ്. പക്ഷേ അപ്പോൾ പോലും ഇങ്ങനെ ഒരു പ്രകടനം, കാരണം ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ 8 സീറ്റായിരുന്നു പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു, BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോഴും കോൺഗ്രസ് വട്ടപൂജ്യമായിരുന്നു. അതിനു മുമ്പ് കോൺഗ്രസ് വട്ടപൂജ്യമായിരുന്നു. ഇത്തവണയും കോൺഗ്രസ് അതേ നിലയിൽ തന്നെ നിൽക്കുന്നു. കോൺഗ്രസ് ഈ ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ് സമാഹരിക്കാനാണ് കോൺഗ്രസ് ഇറങ്ങിയതെങ്കിലും ആ കോൺഗ്രസിന് ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ സ്വീകരിക്കാനായില്ല എന്ന് മാത്രമല്ല സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുമായില്ല എന്നൊരു വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ആ നിലയിലേക്ക് ഡൽഹിയിൽ വീണുപോയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഒരു നിലയിലും എഴുന്നേൽക്കാൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ അവർക്ക് നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് അവർ രംഗത്തിറക്കിയത്. ഈ സന്ദീപ് ദീക്ഷിത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിൻ്റെ മകൻ, അതോടൊപ്പം തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയെ പ്രതിനിധീകരിച്ച ആൾ, ഇങ്ങനെയൊക്കെയുള്ള വലിയ നേട്ടങ്ങൾ കൊയ്ത ആളെയാണ് അവിടെ ഇറക്കിയത്. അദ്ദേഹത്തിന് 2000 വോട്ട് മാത്രമാണ് റൗണ്ട് 6 പോലും നേടാനായത്. അദ്ദേഹം 1800 വോട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് 300-ലധികം വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നത്. അദ്ദേഹം 2050 അദ്ദേഹത്തിൻ്റെ വോട്ട് ഉയർത്തിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ലീഡ് സ്വാഭാവികമായി കുറഞ്ഞു 223 അരവിന്ദ് കെജ്രിവാളിൻ്റെ ലീഡ് കുറയുകയും BJP അവിടെ നേട്ടുകയും ചെയ്തു. ഈ മണ്ഡലം തന്നെയാണ്, ഈ പാറ്റേൺ തന്നെയാണ് ന്യൂഡൽഹി തെരഞ്ഞെടുപ്പിലെ പല മണ്ഡലങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. 200 ഡൽഹി ഒരു ചെറിയ സംസ്ഥാനമാണ്, അവിടുത്തെ മണ്ഡലങ്ങളിൽ ചെറിയ മണ്ഡലങ്ങളാണ്, ചെറിയ വോട്ടിൻ്റെ ശതമാനത്തിലാണ് വിജയ പരാജയങ്ങൾ. തീർച്ചയായും